താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടെ പെൻ സ്റ്റോക്ക് പൈപ്പ് പോകുന്നുണ്ട്, കണ്ടില്ലേ? കണ്ടോ? പെൻ സ്റ്റോക്ക് പൈപ്പ് പോകുന്നുണ്ട്, ഭയങ്കര പൈപ്പ്. ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഡാം. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, അവിടെ എല്ലാം ക്ലോസ് ചെയ്തേക്കുക. അതുകൊണ്ട് ഇവിടെ പാറ അവരൊരു ഡിസൈനാക്കി വെച്ചേക്കുന്നുണ്ടോ മുകളിൽ? ഇതുണ്ടോ? വൻ സെറ്റപ്പാണ്. ഇവിടെ റോഡ് പണിഞ്ഞവരെയൊക്കെ സമ്മതിക്കണം. ഈ ഫോറസ്റ്റിനകത്തൂടെ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല കിടിലൻ റോഡ്. ഓടി വന്നപ്പോൾ അതാണ്ട് ഇവിടെ ഒരു അമ്പലം, ഈ സൈഡിലൊരു അമ്പലം കണ്ടോ? ഫുൾ അമ്പലമാണ്. ഈ ലൊക്കേഷൻ ഫുൾ അമ്പലമാണ്. അമ്പലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. കാടിനകത്ത് ഫുൾ അമ്പലമാണ്. അധികം നേരം നിൽക്കുന്നില്ല, കാരണം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വല്ല മൃഗങ്ങളാണ് വന്ന് ചാടി വീണ് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അവിടുന്ന് വണ്ടി കയറി വരുന്നുണ്ട്. ാണ് റോഡ് വളരെ മോശമാണ്. കണ്ടോ ഈ കിടക്കുന്ന കല്ലുണ്ടല്ലേ, അതുപോലുള്ള റോഡാണ്. നമുക്ക് വീഡിയോ എനിക്ക് എടുക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അങ്ങനെ അഗസ്ത്യ ഫാൾസിലോട്ട് പോകുക കേട്ടോ. കൂളിയൊക്കെ നടക്കുമെന്ന് അറിയില്ല, ഞാൻ തോർത്ത് എടുത്തിട്ടില്ല, കാരണം ഒറ്റയ്ക്കുള്ളതുകൊണ്ട് മൊബൈലുണ്ട്, ക്യാഷ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുളിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് ഇതെല്ലാം. എല്ലാം തമിഴ് ആൾക്കാരാണ്. പിന്നെ ഇവിടെ യൂറിനർ ജെൻസിനും ലേഡീസിനും ഒക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെയാണ് ഫാൾസ്, ആ സൈഡിലാണ്. പിന്നെ ഇവിടെ എന്തെൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, കെട്ടിടം വരുന്നുണ്ട്. അത്യാവശ്യം കൊള്ളാം. എന്താ പറയുക, ഇവിടെ സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് തമിഴ്നാട്ടുകാരാണ്, മലയാളീസ് ആരുമില്ല. ഈ പടി ചവിട്ടി മേലോട്ട് പോകണം. പടി ചവിട്ടാതെ കയറാൻ പറ്റുമോ നോക്കട്ടെ ഇതിലേ കൂടെ. അങ്ങനെ നമ്മൾ ഫാൾസിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, വയസ്സായവരും ചെറുപ്പക്കാരും എല്ലാവരും വന്ന് തകർക്കുകയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഫാൾസിനടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം പറയാം, നല്ല വെയിലാണ്. നമ്മൾ വെയിൽ താന്നിട്ട് വരാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യും. അതാണൊരു പ്രശ്നം. അങ്ങനെ അടുത്ത സ്ഥലമായ അഗസ്ത്യ ഫാൾസിലോട്ട് പോവുക. നമുക്ക് കാണാം എങ്ങനെയൊക്കെയാണെന്ന് ഇവിടുത്തെ സെറ്റപ്പ് എന്ന്. ദിസ് ഈസ് മൈ ഹോം, പ്ലീസ് ഡോണ്ട് സ്പോയിൽ, യൂസ് ഡസ്റ്റ്ബിൻ ഉപയോഗിക്കുക. വനവും വന്യജീവികളെയും സംരക്ഷിക്കുക. ഓക്കെ, അത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ എന്താ പറയുക, വനങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിക്ഷേപിക്കാതിരിക്കുക. എന്താ, പ്ലാസ്റ്റിക് ആയാലും കുപ്പികളായാലും അത് വെക്കേണ്ടടുത്ത് തന്നെ വയ്ക്കുക. അല്ല വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോവുക കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു സ്ഥലമാണ് കണ്ടത്. കണ്ടോ, ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ? അത് ഞാൻ നോക്കി നടന്നത്, അതാ എവിടെ ആണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ അത് കണ്ടുപിടിച്ചു ആ സ്ഥലം. അങ്ങനെ ഇതാണ് അഗസ്ത്യ ഫാൾസ്. ഉണ്ട് അവിടെ നിന്ന് കണ്ടില്ലേ, വെള്ളം വീഴുന്നുണ്ടോ? കണ്ടൊരു ചേട്ടനും വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഗസ്ത്യ ഫാൾസിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
എനിക്കാണെങ്കിൽ നല്ല വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്. വെള്ളം കുടിക്കാനും വിശക്കുകയും ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒന്നും കഴിച്ചില്ല ഇതുവരെ. കാരണം നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ കറക്റ്റ് ഇത് ചെയ്യുക, എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തിട്ടല്ലാതെ എനിക്കൊരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ല. അതാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അയ്യോ നല്ല ആളുണ്ട്. അതാണ് അഗസ്ത്യ ഫാൾസ്. ഈ മേഡം പറയുന്നത് എല്ലാവരും അനുസരിക്കണം. കാരണം ഭയങ്കര ഡേഞ്ചറാണ്. അതിൻ്റെ മുകളിൽ നിന്ന് കല്ലൊക്കെ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം നേരം അവിടെ നിന്ന് കുളിക്കാൻ സമ്മതിക്കില്ല. അതാണ് ഈ മാഡം പറയുന്നത്. ആരും കേൾക്കുന്നില്ല. കണ്ടോ ഫ്രണ്ട്സ്, അഗസ്ത്യ ഫാൾസിൽ നിന്ന് തിരിച്ച് ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവിടെ ഫോറസ്റ്റ് ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഉണ്ട്. അവർ പറയുന്നത് കേൾക്കുക. ഇതിൻ്റെ മുകളിൽ കുറേ എന്താ ഒരു പടി കയറി മുകളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഫാൾസ് ഉണ്ട്. കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. വെള്ളം അവിടെ നിന്ന് താഴോട്ടാണ് വരുന്നത്. കണ്ടില്ലേ, ഘട്ടം ഘട്ടമായിട്ട്. നല്ല ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ കുളിക്കാനൊന്നുമല്ല പോകുന്നത്. സംഭവം ജസ്റ്റ് നോക്കിയിട്ട് വരാം എന്താണ് സംഭവം എന്നേ. ഇതിൻ്റെ മുകളിലത്തെ സെറ്റപ്പ് കണ്ടോ. ആ മാഡം പറഞ്ഞത് ഇവിടെ ആരും ഇറങ്ങലെന്നാണ്. കാരണം കുഴിയുണ്ട്, പിന്നെ തെറ്റലും ഉണ്ടെന്നാണ് പറയുന്നത്. മുകളിൽ വരെ ചെല്ലാം. കണ്ടോ, വഴിയാണ്. കണ്ടോ, മുകളിലൊരു കോവിലുണ്ട് എന്നാണ് പറഞ്ഞത്. കുരങ്ങൊക്കെ പോകുന്നുണ്ടല്ലേ. മുകളിൽ ആളുണ്ടോ എന്തോ. നല്ല ക്ഷീണം കണ്ടില്ലേ. ഇവന്മാർ ശല്യക്കാരാണോ എന്നറിയില്ല. മൊബൈലും എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോകണമെന്നും അറിയില്ല. മൊത്തം കുരങ്ങാണ് ഇവിടെ. ഇപ്പോൾ കുരങ്ങിൻ്റെ ഇടയിൽ കൂടെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോയാണ്. ശല്യക്കാരല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ മാഡം പറഞ്ഞത് ഇവിടെ ഇറങ്ങരുത് എന്നാൽ ഇവിടെ കുഴിയൊക്കെ ഉണ്ട്, ആ സ്ഥലത്തുനിന്ന് ഇറങ്ങി കുളിക്കാനൊന്നും ശ്രമിക്കരുതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു കോവിലുണ്ട്. കണ്ടോ, ചെരുപ്പിടുണ്ടോ, നമുക്ക് ചെരുപ്പ് കിട്ടുമോ. ചെരുപ്പ് അടിച്ചുകൊണ്ട് പോകുമെന്തോ. ഇതാണ് കോവിൽ. മലയുടെ മണ്ടയിൽ കോവിലാണിത്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. കണ്ടോ, ഇവിടെ വരെ ഉള്ളൂ ഈ ഒരു കോവിൽ. അവിടെ എല്ലാം ഡേഞ്ചറാണ്. കണ്ടോ, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. കണ്ടില്ലേ. ഓ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫാൾസിൽ നിന്ന്, അഗസ്ത്യ ഫാൾസിൽ നിന്ന് തിരിച്ചിറങ്ങിയാണ്. അപ്പോൾ ഇവൻ്റെ മുകളിലൊരു മുരുകൻ കോവിലുണ്ട്. അപ്പം ആ മുരുകൻ കോവിലൊക്കെ ഒന്ന് കയറി. തുറന്നിട്ടില്ല, എനിക്ക് തോന്നുന്നു വൈകുന്നേരം തുറക്കത്തുള്ളൂ. പകൽ എനിക്ക് തോന്നുന്നു രാവിലെ 8-9 മണി വരെ ആയിരിക്കും ഓപ്പണിംഗ് ടൈം. അങ്ങനെ അഗസ്ത്യ ഫാൾസിലെ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരിച്ചിറങ്ങിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ അഗസ്ത്യ ഫാൾസിൽ നിന്ന് തിരിച്ചിറങ്ങിയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല സൂപ്പർ സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ. ഞാൻ ഈ മൈക്ക് ഒന്ന് കൊടുത്തോട്ടെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് പോവുകയാണ്. അപ്പോൾ ആ മാഡം പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ കയറുകയാണെങ്കിൽ സൂക്ഷിക്കണം, അവിടെ താഴെയൊക്കെ വെള്ളമുണ്ട്, വെള്ളം അവിടെ കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുഴിയിലൊന്നും അവിടെ പോയി കാല് നനയ്ക്കാൻ പോലും ഇറങ്ങരുത്, അവിടെ സ്വന്തം റിസ്കിൽ പോയിട്ട് തിരിച്ചു വരിക. അങ്ങനെയാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അഗസ്ത്യ ഫാൾസിലും അതുപോലെ നമ്മളാ പോയ അമ്പലമുണ്ടല്ലോ, അമ്പലത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി. കാരണം കുറേ യാത്രയൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ലേ, നല്ല ട്രാവലൊക്കെ ചെയ്ത് കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അഗസ്ത്യ ഫാൾസിലും അതുപോലെ പാപനാശം ഇവിടെയൊക്കെ വരിക. പിന്നെ കണ്ടില്ലേ ഈ ബാക്ക് സൈഡിൽ അവരൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ അങ്ങനെ ഇറങ്ങാൻ പാടില്ല. അവിടെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ ഉത്തരവാദിയല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് മാന്യമായിട്ട് വന്ന് കുളിക്കേണ്ടവർ താഴെ ഫാൾസ് ഉണ്ട്, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവിടെ ഒന്ന് കുളിച്ചിട്ട് തിരിച്ചു പോവുക മാന്യമായിട്ട്. അതായിരിക്കും ഏറ്റവും നല്ലത്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.